പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നുവെന്ന് ബിജെപി എംപി സാംബിത് പത്ര. ഭാരതത്തിന്റെ തിരിച്ചടി ശത്രുവിന്റെ സങ്കല്പങ്ങൾക്കപ്പുറമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ നേരത്തെയുണ്ടായ സർജിക്കൽ സ്ട്രൈക്കുകളുടെ പ്രഹരമേറ്റ് പാകിസ്ഥാന് ശീലമുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഭാരതം തിരിച്ചടി നൽകുകയെന്ന് ഊഹിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു. प्रधानमंत्री ने बिहार की भूमि से ऐलान किया और ये वादा किया कि मैं वादा करता हूं कि जो आपकी इच्छा है कि आतंकवाद के खिलाफ हमला होगा, हम पहलगाम के इस आतंकवादी हमले का बदला लेंगे. वी विल एवेंज द डेथ ऑफ 26 पीपल. प्रधानमंत्री ने कहा ये जो बदला होगा यह आतंकवादियों के कल्पना से बाहर का बदला होगा, और जो बदला हुआ वो आतंकवादियों के कल्पना के बाहर का बदला था. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു, അതുപോലെ പ്രാവർത്തികമായി അത് ഇപ്പോൾ ആവർത്തിക്കുകയാണ് ബി.ജെ.പി. നേതാവ്. വിവരങ്ങൾ. നിലവ ബി.ജെ.പി. പ്രവർത്തകർ ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സൈന്യത്തോട് നന്ദി അറിയിക്കുന്നതായാണ് ബി.ജെ.പിയുടെ ദേശീയ വക്താവ് കൂടിയായ സാംബിത് പത്ര എം പി വ്യക്തമാക്കിയത്. പഹൽഗാമിൽ പൊരിഞ്ഞ 26 ജീവനുകൾക്കും പകരം വീട്ടുമെന്നും ഭീകരരെ മണ്ണോട് ചേർക്കുമെന്നും ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ആ വാക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാന്റെ സകല കോണുകളും ഭാരതത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും ബി.ജെ.പിയുടെ ദേശീയ കാര്യാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശത്രുക്കൾ ചിന്തിക്കുന്നതിലും അപ്പുറമാകും ഭാരതത്തിന്റെ പ്രതികാരമെന്നും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, അമേരിക്ക പോലും ഡ്രോണുകൾ അയക്കുവാൻ പരാജയപ്പെട്ട ബഹൽപൂരിലടക്കം ഇന്ത്യ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും ഇതാണ് പുതിയ ഭാരതമെന്നും സാംബിത് പത്ര വ്യക്തമാക്കിയുണ്ടായി. പ്രധാനമന്ത്രി ഏതാണ്ട് 20ഓളം രാഷ്ട്രത്തലവന്മാരുമായി നേരിട്ട് സംസാരിച്ചു. സൗദി അറേബ്യയും UAE തുടങ്ങിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം ഭാരതത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയതെന്നും സാംബിത് പത്ര കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഭാരതം വെള്ളം ഇനിയും തടഞ്ഞു വെച്ചാൽ പാകിസ്ഥാന്റെ GDP അടക്കം തകരുമെന്നും പാകിസ്ഥാൻ പൂർണ്ണമായും ഈ കാർഷിക സമ്പത്തിനെ ആസ്പദമാക്കിയാണ് അവരുടെ 80% നമ്മുടെ ജലത്തെ ആസ്പദമാക്കിയാണ് അവരുടെ കാർഷിക വൃത്തിയെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏകദേശം 90% ആൾക്കാരും ഈ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ വലിയ തകർച്ചയിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രധാനമായും സാംബിത് പത്ര ചൂണ്ടിക്കാണിച്ചത്. ഇതിനു പുറമെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ ഭാരതത്തിന്റെ 3 സൈനിക വിഭാഗങ്ങളോടും രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നന്ദി അറിയിക്കുന്നതായും ബി.ജെ.പിയുടെ ദേശീയ വക്താവ് ചൂണ്ടിക്കാട്ടി. നീലിമ. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നുവെന്ന് ബി.ജെ.പി. വക്താവ് സാംബിത് പത്ര പറഞ്ഞു. വിവരങ്ങളാണ് എസ് നന്ദഗോപൻ പങ്കുവച്ചത്.